അഞ്ചാമത്തെ അസംബ്ലിയുടെ ആരാധനാക്രമങ്ങളെല്ലാം ക്രോഡീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തത് പാലാ രൂപതയുടെ ചാൻസലറായ പ്രിയപ്പെട്ട ജോസഫ് അച്ഛനാണ്. അച്ഛനോട് ചോദിക്കാം, ഇതെങ്ങനെ ഇത് കോർഡിനേറ്റ് ചെയ്തു, ഇതിൻ്റെ പിന്നിലെ അച്ഛനെ നയിച്ച ആ ഒരു പരിചയവും ഒക്കെ, പ്രത്യേകിച്ച് ലിറ്റററിയിലെല്ലാം ഡോക്ടറേറ്റ് നേടിയ അച്ഛനെ കൃത്യമായിട്ട് നമുക്ക് അറിയാം. പക്ഷേ ഇതെങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ആരാധനാക്രമങ്ങളും ഈ ഇവിടുത്തെ ശുശ്രൂഷകളെല്ലാം നിയന്ത്രിക്കുവാനും അതൊക്കെ മനോഹരമായി കൊണ്ടുപോകാനായിട്ടാണ് എനിക്ക് ശ്രമിച്ചത്? ഇത് മനോഹരമായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ സഹപ്രവർത്തകരാണ്. എന്നോടൊപ്പം ബഹുമാനപ്പെട്ട ആനത്തോട്ടത്തച്ഛൻ്റെ നേതൃത്വത്തിൽ ജോസഫ് ഗോളിലൂർ അച്ഛൻ, ചൊവ്വേലിക്കുടി അച്ഛൻ, രൂപതയുടെ വൈസ് ചാൻസലർ മണ്ണകാട്ടച്ഛൻ, അതുപോലെ അക്ഷയ് കൈതൂരിലച്ഛൻ, അവരെ കൂടാതെ നമ്മുടെ സിസ്റ്റേഴ്സ്, ഒരു 6 സിസ്റ്റേഴ്സിൻ്റെ സ്തുത്യർഹമായ സേവനം, SH കോൺഗ്രിഗേഷനിൽപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സ്തുത്യർഹമായ സേവനമാണ് ഇത് ഭംഗിയായിട്ട് പോകാനായിട്ട് സാധിച്ചത്. ഞങ്ങൾ എപ്പോഴും അടിസ്ഥാനപരമായിട്ട് നിലകൊണ്ട ഒരു കാര്യം, സഭയുടെ ആരാധനാക്രമം സഭ അനുശാസിക്കുന്ന വിധത്തിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതാണല്ലോ വേണ്ടതും. സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി നടക്കുമ്പോൾ സഭയുടെ ആരാധനാക്രമം, സഭയ്ക്ക് പരമ്പരയായി കിട്ടിയിരിക്കുന്ന ആരാധനാക്രമം അതെങ്ങനെ അനുഷ്ഠിക്കണമെന്ന് സഭയുടെ സെനഡ് പറയുന്നതോ അതുപോലെ ഞങ്ങൾ ചെയ്യാനായിട്ടാണ് പരിശ്രമിച്ചത്. അതിന് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും പേരെ ഇത്രയും വൈദികരുടെയും അതുപോലെ തന്നെ 50ഓളം വരുന്ന മെത്രാന്മാരുടെയൊക്കെ ഈ ആരാധനയ്ക്ക് അവരുപയോഗിച്ച ആ കാപ്പയൊക്കെ, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ അത് കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ വീഡിയോയിലേക്ക് കാണുകയുണ്ടായി. അതൊക്കെ ആ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അത് എന്തുമാത്രം അതെങ്ങനെയാണ് ക്രോഡീകരിക്കുകയും അറേഞ്ച് ചെയ്യുകയും? അതായത് അഭിമന്യ പിതാക്കന്മാരുടെ കാപ്പകൾ, തിരുവസ്ത്രങ്ങൾ കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ നിന്നും കൊണ്ടുവന്നതാണ്. കാരണം അവിടെ എല്ലാ പിതാക്കന്മാർക്കും തിരുവസ്ത്രങ്ങളുണ്ടല്ലോ. അത് ഇവിടെ വന്ന് അവരുടെ ആൽഫബറ്റിക് ഓർഡർ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. പിന്നീട് വൈദികർക്കുള്ളത് ഞങ്ങളുടെ ഈ അടുത്ത പ്രദേശങ്ങളിലുള്ള വിവിധ സന്യാസിനി സമൂഹങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസുകളിൽ ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അമ്മമാരോട് പറഞ്ഞ് അവരാണ് ഞങ്ങൾക്കിത് ക്രമീകരിച്ച് തന്നത്. ഇപ്പോൾ എല്ലാ കോൺഗ്രിഗേഷൻസും ഒരു 10-15 തിരുവസ്ത്രങ്ങൾ, സെറ്റ് തിരുവസ്ത്രങ്ങൾ ഞങ്ങൾക്ക് തന്നു. അത് ഞങ്ങളിവിടെ കൃത്യമായിട്ട് ഈ ഹോളിൻ്റെ സൈഡിൽ ഒരു മേശയിൽ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. അത് ബഹുമാനപ്പെട്ട വൈദികരെ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. അവരുടെ സഹകരണം കൊണ്ട് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടന്നു. അതോടൊപ്പം തന്നെ വെച്ചാൽ ഈ വിശുദ്ധ കുർബാനയൊക്കെ നടക്കുന്ന നേരത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഗാന ശുശ്രൂഷ. അപ്പോൾ അതെല്ലാം നമ്മുടെ കൺട്രോളിലായിരുന്നു. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണോ, അത് അവരുടെ ഒരു സെലക്ഷൻ ആയിരുന്നു പാട്ടുകൾ? ഗാന ശുശ്രൂഷയിലെ പാട്ടുകൾ ബഹുമാനപ്പെട്ട മണ്ണൂരച്ഛൻ്റെ നേതൃത്വത്തിലാണ് നടത്തിയത്. മണ്ണൂരച്ഛനും ഞാനും കൊയറിലുണ്ടായിരുന്ന കണ്ടത്തിക്കുള്ളച്ഛനും ഒന്ന് ചേർന്നിരുന്ന് ഞങ്ങൾ തീരുമാനിച്ച പാട്ടുകളാണ്. നമുക്ക് പാട്ടുകളെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഭയുടെ ആരാധനാക്രമത്തിൽ ഉപയോഗിക്കേണ്ട ഗാനങ്ങളെല്ലാം സഭ കൃത്യമായും നിർവചിച്ച് തന്നിട്ടുണ്ട്. ആ പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പാട്ടെടുക്കാനുള്ള റൈറ്റ് ഞങ്ങൾക്കില്ല. പക്ഷേ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പുള്ള എൻട്രൻസ് സോങ്, കുർബാന സ്വീകരണത്തിന് സമയത്ത് ആലപിക്കുന്ന ഗീതം, ഇത് രണ്ടും ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അത് ഞങ്ങൾ മണ്ഡലച്ചനുമായിട്ട് ആലോചിച്ച് തിരഞ്ഞെടുത്തതാണ്. എന്നാൽ മറ്റ് കുർബാനയ്ക്കുള്ളിൽ ആലപിക്കപ്പെടുന്ന പാട്ടുകൾ, അത് സഭയുടെ കുർബാന പുസ്തകത്തിൽ ടെക്സ്റ്റിലുള്ള അതേ ഗീതങ്ങൾ തന്നെയാണ് ആലപിച്ചത്. അത് വ്യത്യസ്തമായ ഭാഷകളിൽ ആലപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ 5ാമത് അസംബ്ലിയുടെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഇവിടെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരെ കൃത്യമായിട്ടും ഇവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അനൗൺസ്മെൻറ്റുമായിട്ടാണ് അച്ഛൻ ഈ ശുശ്രൂഷ ഇവിടെ ചെയ്യുന്നത്. വ്യത്യസ്തമായ ഭാഷകളിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷകളിൽ അച്ഛനിവിടെ പറയുമ്പോൾ അത് മനോഹരമായ രീതിയിൽ, ആനന്ദകരമായ രീതിയിൽ, വളരെ ആത്മീയമായ രീതിയിൽ അച്ഛനിവിടെ അത് പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. അതിനോട് ചോദിക്കാം, ഇതെങ്ങനെ സാധിക്കുന്നു, അല്ലെങ്കിൽ ഇതെങ്ങനെ അച്ഛൻ ഇതിൻ്റെ മുന്നിലുള്ള അച്ഛൻ്റെ ഒരു അനുഭവം എന്താണെന്നുള്ളത്? അച്ഛാ, കൃത്യമായിട്ട് ഇത് മനോഹരമായ ഈ അസംബ്ലിയിൽ അച്ഛൻ്റെ അനൗൺസ്മെൻറ്റും അതൊക്കെ എങ്ങനെയാണ് അച്ഛൻ അത് സാധിച്ചത്? അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്? എന്നെ ഈ ദൗത്യം ഭരമേൽപ്പിച്ചത് അഭിമന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, എൻ്റെ പിതാവാണ്. പെരിയ ബഹുമാനപ്പെട്ട വികാരി ജനറൽ ജോസഫ് തടത്തിലച്ഛൻ വഴി ഈ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചു. ബാക്കിയെല്ലാം ചെയ്തത് ദൈവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ തിയോളജി പഠനം സത്ന സെമിനാരിയിലായിരുന്നു. തുടർന്ന് 10 വർഷം സത്നായിൽ ഞാൻ സേവനം ചെയ്തു. അതിനുശേഷം 2 വർഷം ഭോപ്പാലിൽ സേവനം ചെയ്തു. തുടർന്ന് 4 വർഷം ഡൽഹി ഡിവൈനിൽ ഹിന്ദി, ഇംഗ്ലീഷ് വിഭാഗങ്ങളുടെ ഡയറക്ടറായി സേവനം ചെയ്തു. അതിനുശേഷം 4 വർഷം ഡൽഹി, ആഗ്ര റീജിയണൽ റിന്യൂവൽ കൗൺസിലിൻ്റെ ചെയർമാനായി സേവനം ചെയ്തു. അതിനുശേഷം 6 വർഷം തെലങ്കാനയിലെ
പാലാ രൂപതയുടെ മിഷൻ്റെ കോർഡിനേറ്ററായി സേവനം ചെയ്തു. അപ്പം എൻ്റെ ഈ മിഷൻ ജീവിത കാലഘട്ടങ്ങളിൽ കിട്ടിയ അറിവും അനുഭവവും എന്നേ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ നല്ലവനായ ദൈവം ജീവിതത്തിലെ ഓരോ വഴികളിലും ഓരോ സമയത്തും കാലത്തും എന്നെ നയിച്ചു. അതാണിത്. ഞാനിപ്പോൾ എന്താണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്? ഞാനിപ്പോൾ കേരളത്തിൽ എൻ്റെ സ്വന്തം മാതൃരൂപത പാലാ രൂപതയുടെ മേലുകാവ് മറ്റം സെൻറ് തോമസ് പള്ളിയുടെ വികാരിയാണ്. അസംബ്ലിയുടെ പ്രധാനപ്പെട്ട മീഡിയ എല്ലാം മാനേജ് ചെയ്യുന്നത് പാലാ രൂപതയുടെ മീഡിയ കമ്മീഷൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഫാദർ ജിമോൻ പനച്ചിക്കരോട്ടാണ്. അച്ഛൻ ഇത്ര മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് വെളിയിലേക്ക്, സമൂഹത്തിലേക്കെല്ലാം, മീഡിയയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അച്ഛനോട് ചോദിക്കാം, ഇതിൻ്റെ പിന്നിൽ അച്ഛനെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു ശക്തിയും ആ പരിചയവും എങ്ങനെയൊക്കെയാണ്? അച്ഛാ, ഇത് എങ്ങനെയാണ് ഇത്രമാത്രം ഈ വലിയൊരു ചരിത്രപ്രസിദ്ധമായ ഒരു അസംബ്ലി തന്നെയാണ്, ഇതിനെ ഇത്രമാത്രം ഈ മീഡിയയിലെ ഇതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് ഇതിനെ കൂടുതൽ വെളിയിലേക്ക്, പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ ഇത് കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള അങ്ങയുടെ ആ ഒരു പരിചയ സമ്പത്തും ആ ഒരു അനുഭവമൊക്കെ എങ്ങനെയാണ്? ഒത്തിരി നന്ദിയുണ്ട്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്ക് ഒത്തിരി നന്ദി. ഈ ഒരു പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റി. പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞങ്ങളുടെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണാം, ഇവിടെ എല്ലാം ഒരു സൈഡ് മുഴുവനായിട്ട് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മുഴുവനായിട്ടുള്ള ആളുകൾ ഇതിനുവേണ്ടി റെഡിയാണ്. ഓരോ കാര്യത്തിന് വേണ്ടി ഓരോ ദിവസവും ഹൈലൈറ്റ് കൊടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ആ ഫോട്ടോകൾ അവിടെ പ്രദർശിപ്പിക്കുന്നു. അവിടെ ഒത്തിരി സന്തോഷത്തോടെയാണ് എല്ലാവരും അതിനെ കണ്ടത്. ഒത്തിരി സന്തോഷമുണ്ട്. എപ്പാർക്കിൽ അസംബ്ലി ചെയ്തതിൻ്റെ ഒറ്റ ബലത്തിലാണ് ഞങ്ങൾ മേജർ എപ്പാർക്കിൽ അസംബ്ലി ചെയ്തത്. താങ്ക് യു.